ഫൈനലി ഫ്ലിപ്കാർട്ടിൽ ഗോഡ് സെയിൽ ലൈവ് ആയിട്ടുണ്ട്. സോ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഗോഡ് സെയിലിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന ഇയർബഡുകൾ ഏതൊക്കെയാണ്. അത് ഞാൻ പറയാൻ പോണത് 1000 രൂപയ്ക്കുള്ളിൽ, 1500 രൂപയ്ക്കുള്ളിൽ, 2000 രൂപയ്ക്കുള്ളിൽ, 2500, ഇനി അതല്ല 3000. സോ നിങ്ങളുടെ ബജറ്റ് എന്താണോ ആ ഒരു സെക്ഷൻ പോയി കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിൽ നിന്ന് ഒരെണ്ണം പിക്ക് ചെയ്യുമ്പോൾ അത് ഞാൻ വാങ്ങിക്കുന്നത് വളരെ ലാഭകരമായിട്ടാണ്, അല്ലെങ്കിൽ ഇത് വർത്ത് ബൈങ് ആണെന്നുള്ളൊരു ഫീലോട് കൂടിയിട്ട് മേടിക്കാൻ സാധിക്കും. ഇനി അതല്ല, ഞാൻ ഈ പറയുന്ന ബ്രാൻഡുകളിൽ അല്ലെങ്കിൽ മോഡൽസുകളിൽ അല്ലാത്തൊരെണ്ണം നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമന്റ് ആയിട്ടുള്ളൂ. എൻ്റെ അഭിപ്രായം ഞാൻ ഉറപ്പായിട്ടും അത് റിപ്ലൈ ആയിട്ട് തരുന്നതാണ്. എന്തായാലും വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ഇതുപോലുള്ള ഓഫർ വീഡിയോസിനും ടെക് അപ്ഡേറ്റ്സിനും ഗാഡ്ജറ്റ്സ് അൺബോക്സിങ്ങും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ. കൂടാതെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ നിങ്ങൾക്ക് മേടിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇൻസ്റ്റയിലുള്ള ദീപ് സ്റ്റോറിൽ വന്നാൽ മതി, അവിടെ നിങ്ങൾക്ക് മേടിക്കാം. ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച്. പിന്നെ അവിടെ ഇയർബഡ്സുകളുടെ പ്രീമിയം ക്വാളിറ്റി, നോർമൽ ക്വാളിറ്റി, കേസ് കവേഴ്സ് ഉണ്ട്, വാച്ച് സ്ട്രാപ്പ് ഉണ്ട്, ഫസ്റ്റ് കോപ്പി വാച്ചസ്, ഇയർബഡ്സ് എല്ലാം തന്നെ അവൈലബിൾ ആണ്. സോ ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ മറക്കണ്ട ദീപ് സ്റ്റോർ. അപ്പോൾ ആദ്യം 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഏതൊക്കെ വാങ്ങിക്കാം. എന്തായാലും ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബോട്ടിന്റെ എയർഡോപ്പ് സുപ്രീം തന്നെയാണ്. 999 രൂപയ്ക്ക് നമുക്ക് ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കാൻ സാധിക്കും. നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 1499 രൂപയാണ്. ഇത് 999 മേടിച്ചാൽ എങ്ങനെ വർത്ത് ബൈങ് ആകുമെന്ന് വെച്ചാൽ അതിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് ആ ഒരു ഇൻ ഇയർ ഡിറ്റക്ഷൻ ആണ്. അതായത് നമ്മൾ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒരു ബഡ് ഇജക്ട് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പാട്ട് ഓട്ടോമാറ്റിക്കലി പോസ് ആവും. ചെവിയിലോട്ട് അങ്ങോട്ട് വയ്ക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് പ്ലേ ആകും. നോർമലി ഇതൊരു 2000 രൂപ റേഞ്ചിനകത്താണ് ഈ ഒരു ഇൻ ഇയർ ഡിറ്റക്ഷൻ കാണുന്നത്. എന്നാൽ ഇവിടെ ഈവൻ ആ ഒരു 1000 രൂപയ്ക്ക് നമുക്ക് ആ ഒരു ബോട്ട് തരുന്നു എന്നുള്ളതാണ്. പിന്നെ ബോട്ട് ഹിയറബിൾ ആപ്പ് സപ്പോർട്ടാണ്, ഗൂഗിൾ ഫാസ്റ്റ് പെയറിംഗ് ഉണ്ട്, കൂടാതെ 50 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈമും ഒക്കെ ഈ ഒരു പ്രോഡക്റ്റിൽ നിന്ന് കിട്ടുക. പിന്നെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ 161 ആണ്. അതായത് നമ്മുടെ 161ന്റെ വേർഷൻ 2 ആണ്. ആക്ച്വലി ഇത് 899 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ 50 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം, പിന്നെ നമുക്ക് ഇതിനകത്ത് ബീസ്റ്റ് മോഡ് ഉണ്ട്, ഡ്യുവൽ EQ മോഡ്സ് ഉണ്ട്. സോ അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ എന്തായാലും ഇതിനകത്തുണ്ട്. 899 രൂപയ്ക്ക് ഉറപ്പായിട്ടും നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഹാഫ് ഇൻ ഇയർ ടേബിൾസ് നോക്കുന്നെങ്കിൽ ബോട്ട് എയർഡോപ്സ് 131 Gen 2. 131 ആണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യുന്ന ഒരു TWS എന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ അടുത്ത സെക്കൻഡ് ജനറേഷൻ ആണ് ആക്ച്വലി ഈ ഒരു Gen 2 എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും 849 രൂപയ്ക്ക് കുഴപ്പമില്ല. അത്യാവശ്യം എന്താ പറയുക, ബേസ് ഒന്നും ഡോമിനേറ്റഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഇതിനകത്ത് കിട്ടത്തില്ല. എന്നാൽ ഹാഫ് ഇൻ ഇയർ TWS ആണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഡീല് തന്നെയാണ്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് റീസെൻ്റ് ആയിട്ട് നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബോട്ട് എയർഡോപ്സ് 141 Gen 2. നല്ല പ്രോഡക്റ്റാണ്, അത്യാവശ്യം നല്ല ബേസ് ഉണ്ട്. എന്നാൽ ഇതിൽ എടുത്തു പറയേണ്ട ഒരു ചെറിയ പ്രശ്നം എന്ന് പറയുന്നത് ഇതിൻ്റെ കേസ് എന്ന് പറയുന്നത് ഗ്ലോസി ഫിനിഷ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്ക്രാച്ച് ആയി പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഞാനിത് ആക്ച്വലി അൺബോക്സ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഉപയോഗിച്ചത്, അല്ലാണ്ട് വേറെ യൂസ് ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ജസ്റ്റ് ടേബിളിൽ വെച്ചപ്പോഴത്തേക്ക് സ്ക്രാച്ച് ആകും. അത്രയും നല്ലൊരു ഗ്ലോസ്നെസ് ആണ് ആക്ച്വലി ഒരു കേസിൽ. സോ സൂക്ഷിച്ചും കണ്ടുമൊക്കെ ഉപയോഗിച്ചില്ലെങ്കിൽ എന്താ പറയുക, പെട്ടെന്ന് സ്ക്രാച്ച് നല്ല രീതിക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പക്ഷേ 141 നല്ലൊരു ഡീലാണ്, 799 രൂപയ്ക്ക്. കൂടാതെ ബോൾട്ടിലേക്ക് വരുവാണെങ്കിൽ അവരുടെ C40 നോർമലി 999 ആയിരുന്നു. എന്നാൽ ഈ ഒരു വർഷം മുതൽ ഇത് 899 എത്തിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. പക്ഷേ ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു ഗോ ബോൾട്ടിൻ്റെ പ്രോഡക്റ്റ് വേണമെങ്കിൽ മാത്രം ഇതങ്ങോട്ട് മേടിച്ചാൽ മതി, അല്ലെങ്കിൽ മേടിക്കേണ്ട ആവശ്യമില്ല. കൂടാതെ ട്രൂക്കിൻ്റെ ക്രിസ്റ്റൽ ബേസും നല്ല പ്രോഡക്റ്റാണ്, 799. ഇത് ഓഫർ സമയങ്ങളിലും അതേപോലെ നോർമൽ സമയങ്ങളിലും എല്ലാം തന്നെ 799 ആണ്. സോ നിങ്ങൾക്കിപ്പോൾ ഓഫർ അല്ലാത്തൊരു സമയത്ത് മേടിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിലും ഈ ഒരു ക്രിസ്റ്റൽ ബേസ് 799 മേടിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയാണ് 1000 രൂപയ്ക്കുള്ളിൽ നമുക്ക് വാങ്ങിച്ച വർത്ത് ബൈങ് ആകുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഓഫറിൽ കാണാൻ സാധിക്കുന്ന കുറച്ച് ഇയർബഡ്സുകൾ. എന്നാൽ ബോൾട്ടിൻ്റെ W40 അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ ആയിരുന്നു, പക്ഷേ 999 കിടക്കുവാണ്. അതൊരു 799 എത്തുന്നതാണ്. എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല. ഇപ്പോൾ പല പ്രോഡക്റ്റുകൾക്കും എന്തായാലും ആ ഒരു വലിയ രീതിക്ക് ഓഫർ ഇല്ല കേട്ടോ ഈ ഒരു ഗോഡ് സെയിൽ. അത് ആദ്യമേ എടുത്ത് പറയാം. എന്തായാലും സുപ്രീം നല്ലൊരു ഓപ്ഷനാണ് 999 രൂപയ്ക്ക്. പിന്നെ ചില ആൾക്കാർക്ക് വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ബസ്സിംഗ് സൗണ്ട്, ആ ഒരു ബസ്സിംഗ് സൗണ്ട് ആക്ച്വലി അത് യൂസ്ഡ് ആവും. എന്നാൽ വെയറിംഗ് കംഫർട്ട് ഇഷ്യൂ ചെറിയ ചെവിക്ക് പെയിൻ എടുക്കാൻ ചാൻസ് ഉണ്ട്. ചെറിയ ചെവികൾ ഉള്ളവർക്കാണ്. അതർവൈസ് ഒരിക്കലും ആ ഒരു പ്രോഡക്റ്റ് അങ്ങനെ കൊള്ളൂലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഇനി 1500 രൂപയ്ക്കുള്ളിൽ നോക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ആദ്യം തന്നെ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് റിയൽമി ബഡ്സ് T110 1299 1399 നോർമൽ റേറ്റ്. ഇപ്പോൾ നേരം 1099 രൂപയ്ക്ക് മേടിക്കാൻ സാധിക്കും. ഇത് ചില സമയങ്ങളിൽ നമുക്ക് 999 എത്തും. എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് ഇനി അടുത്ത 999 എത്തുന്ന നമ്മുടെ ബിഗ് ബില്യൺ ഡേയ്സിൽ തന്നെ ആയിരിക്കും കേട്ടോ, അതിൽ വേറൊരു സംശയമില്ല. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ റിയൽമി ബഡ്സ് T200 ലൈറ്റ്
299 മേടിക്കാൻ സാധിക്കും. ഇത് ആക്ച്വലി 1099, 1199 കാണുന്നതാണ്. പക്ഷേ 1299 ഇപ്പോൾ റിയൽമിയുടെ നല്ലൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് സജസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും ഇവരുടെ തന്നെ T200X ഉണ്ട്, അത് മേടിക്കുന്നതിനേക്കാളും ബെറ്റർ ഇത് തന്നെ ആയിരിക്കും 1299. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ബോട്ടിന്റെ നിർവാണ അയോൺ 1499 ഇപ്പോൾ മേടിക്കാൻ സാധിക്കും. 120 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം, പിന്നെ ആ ഒരു ബേസ് നല്ല അടിപൊളി ഡോമിനേറ്റ് ആണ് ഇവിടെ ഈ ഒരു നിർവാണയിൽ. സോ നിങ്ങളൊരു ബേസ് ലെവലാണെങ്കിൽ ഉറപ്പായിട്ടും ബോട്ടിന്റെ നിർവാണ അയോൺ ആണ് 1500 രൂപയ്ക്ക് ബെറ്റർ. എന്നാൽ ഓവറോൾ നിങ്ങൾക്ക് നല്ലൊരു പ്രോഡക്റ്റ് വേണമെങ്കിൽ ഉറപ്പായിട്ടും റിയൽമി ബഡ്സ് T200 ലൈറ്റോ അല്ലെങ്കിൽ T110യോ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഗോബോൾട്ടിന്റെ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ടും എന്താ പറയുക, മസ്താങ് ടോർക്ക് മേടിക്കാന്നേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഭയങ്കര വലിയ രീതിക്ക് നമുക്കതൊരു അടിപൊളി പ്രോഡക്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ കുഴപ്പമില്ല, 1499, 1899 എൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗോബോൾട്ടിൽ നിന്ന് C40 Pro വേർഷൻ 2.0. ഇതിനകത്ത് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ കിട്ടുന്നു എന്നുള്ളത് എടുത്ത് പറയേണ്ട ഒരു സവിശേഷതയാണ്. എന്തായാലും 1299 നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് മേടിക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത 100 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റാണ്. സോ ഇതിലേക്ക് പോകുന്നതിലും വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ. ഇനി 2000 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഏതൊക്കെ വാങ്ങിച്ച വർത്ത് ബൈങ് എന്ന് വെച്ചാൽ ഞാൻ ആദ്യം തന്നെ പറയുന്നത് നമ്മുടെ റിയൽമി ബഡ്സ് T310 അടിപൊളി പ്രോഡക്റ്റ് ആണ്. എന്നാൽ ഇപ്പോൾ കുറച്ച് നാളായിട്ട് 2299, 2199 കാണാൻ സാധിക്കുക. ഇതെന്നാൽ കുറേ നാൾ ആക്ച്വലി 1799 ആ ഒരു റേറ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എന്തായാലും ആ ഒരു ഓഫർ റേറ്റ് എന്നുള്ള രീതിക്ക് എത്തിയിട്ടുണ്ട്. ബിൽഡ് ക്വാളിറ്റി ആണെങ്കിലും മ്യൂസിക് ക്വാളിറ്റി ആണെങ്കിലും മൈ ക്വാളിറ്റി എല്ലാം തന്നെ നല്ലൊരു പ്രോഡക്റ്റ് ആണ് ആക്ച്വലി T310 എന്ന് പറയുന്നത്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് നമ്മുടെ ഓപ്പോയുടെ എൻകോ ബഡ്സ് 3 Pro. ഇതും 1500 എത്തേണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ 1599, അതായത് 2000 രൂപയ്ക്കുള്ളിലേക്കാണ് വന്നിരിക്കുന്നത്. ഓപ്പോയുടെ ഒരു പ്രോഡക്റ്റ് വേണം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഓപ്പോ OnePlus ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റും നല്ലൊരു ഡീല് തന്നെയാണ്. അതേപോലെ തന്നെ OnePlusന്റെ നോട്ട് ബഡ്സ് 3R, ഇതിൻ്റെ ബഡുകൾ ആക്ച്വലി നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് 3 Pro എന്താണോ അത് തന്നെയാണ്. ഓൾമോസ്റ്റ് ആ ഒരു ഔട്ട്പുട്ടൊക്കെ തന്നെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് OnePlus വേണമെങ്കിൽ ഈ ഒരു ഓപ്പോ എൻകോ നോട്ട് ബഡ്സ് 3R മേടിക്കുക, അതർവൈസ് നമ്മുടെ ഓപ്പോ എൻകോ ബഡ്സ് 3 Pro മേടിക്കുക. എന്തായാലും ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഉറപ്പായിട്ടും ഓപ്പോ എൻകോ ബഡ്സ് 3 Pro തന്നെയായിരിക്കും. കൂടാതെ CMF by Nothing ബഡ്സ് 2A 1699 മേടിക്കാൻ സാധിക്കും. ഇവിടെ എന്തായാലും എടുത്തു പറയേണ്ടത് നമ്മുടെ ഈ സെയിം റേറ്റിനായിരുന്നു പണ്ട് അവരുടെ CMF by Nothing ബഡ്സ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അതിൻ്റെ വില എന്ന് പറഞ്ഞാൽ 2299 ഉറപ്പായിട്ടും ആ ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഇതിനേക്കാളും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അതിന് വില കൂട്ടി ഇതിനങ്ങോട്ട് വില കുറയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് ഒരു ഉപയോഗവും ഇല്ല എന്നുള്ളതാണ്. ഇനി 2500 രൂപയ്ക്കുള്ളിൽ നമുക്ക് ഏതായിരിക്കും വാങ്ങിച്ച വർത്ത് ബൈങ് എന്ന് വെച്ചാൽ ഞാൻ ഉറപ്പായിട്ടും ഒരു ഒറ്റ പ്രോഡക്റ്റ് മാത്രമേ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തുള്ളൂ. അതാണ് നമ്മുടെ CMF by Nothing ബഡ്സ് 2. അടിപൊളി പ്രോഡക്റ്റ് ആണ്. ബേസ് ആണെങ്കിൽ ബേസ്, അതുപോലെ തന്നെ ബിൽഡ് ക്വാളിറ്റി ആണെങ്കിൽ ബിൽഡ് ക്വാളിറ്റി, മൈ ക്വാളിറ്റി എല്ലാം തന്നെ ഒരു ഒത്തിണങ്ങിയ പ്രോഡക്റ്റ് ആണ് ആക്ച്വലി ഒരു CMF by Nothing ബഡ്സ് 2. 55 മണിക്കൂർ ടോട്ടൽ പ്ലേ ടൈം, 48 dB ഹൈബ്രിഡ് ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ആണ് ഇതിൽ എടുത്തു പറയേണ്ട സവിശേഷതകൾ എന്ന് പറയുന്നത്. 2399 നമുക്കിപ്പോൾ മേടിക്കാൻ സാധിക്കും. ഇതും 2299 നമുക്ക് കിട്ടേണ്ട ഒരു പ്രോഡക്റ്റ് ആയിരുന്നു. ഇനി 3000 രൂപയ്ക്കുള്ളിൽ നമുക്ക് നോക്കുവാണെങ്കിൽ അതിൽ ആദ്യം തന്നെ എടുത്ത് പറയേണ്ടത് നമ്മുടെ റിയൽമി ബഡ്സ് T500 Pro 2599 മേടിക്കാൻ സാധിക്കും. 2799 നോർമൽ റേറ്റ്. ഓൾറെഡി ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ചാനലിൽ ഇതിൻ്റെ അൺബോക്സിങ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. കൂടാതെ മറ്റൊരു പ്രോഡക്റ്റ് റിയൽമി ബഡ്സ് Air 7 2999 മേടിക്കാൻ സാധിക്കും. 2199 ഇതിൻ്റെ നോർമൽ റേറ്റ്. എന്തായാലും ഇത്രയും പ്രോഡക്റ്റാണ് നമ്മുടെ ഈ ഒരു ഗോഡ് സെയിലിൽ ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഇയർബഡ്സുകൾ. അതിപ്പോൾ 1000 ആയാലും 1500 ആയാലും 2000 ആയാലും 2500 ആയാലും 3000 ആയാലും നിങ്ങൾ മെസ്സേജ് അയച്ചാലും ഇതൊക്കെ തന്നെയായിരിക്കും ഞാൻ അങ്ങോട്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരിക. ഇനി എന്തായാലും ഞാൻ ഈ പറഞ്ഞ പ്രോഡക്റ്റുകളിൽ നിങ്ങൾ ഉദ്ദേശിച്ച ഒരു പ്രോഡക്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വീഡിയോയുടെ കമൻറ്റ് ആയിട്ടുള്ളൂ. ആ കമൻറ്റിൽ തന്നെ എനിക്കുള്ള അഭിപ്രായം ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചിട്ടുള്ളത് റിപ്ലൈ ആയിട്ട് നൽകുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആ ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കുക, അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്ന് കൺസിഡർ ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.